സെൻസർ ബോർഡിൽ നിന്ന് ഈ സിനിമയുടെ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു ഭാഗത്തെ കട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇനി ഈ സെൻസർ ബോർഡിലുള്ള ആളുകളെ കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അപ്പുറത്തുനിന്ന് തുടങ്ങി. അതോടൊപ്പം തന്നെ ഇപ്പോൾ പൃഥ്വിരാജ് മുംബൈയിൽ ആഡംബര ഫ്ലാറ്റ് വാങ്ങിയത് അതിന് പിന്നിൽ സാമ്പത്തിക ക്രമക്കേടുകളുണ്ടോ എന്ന് അന്വേഷിക്കണം തുടങ്ങിയ വാദങ്ങൾ വരെ ഒരു ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങുന്നു. മോഹൻലാലിൻ്റെ കേണൽ പദവി തിരിച്ചെടുക്കണം, ഭാരതസേനക്ക് പറ്റിയ ആളല്ല, അങ്ങനെയും ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ സാഹിത്യ സൃഷ്ടികളെ അല്ലെങ്കിൽ സിനിമ പോലുള്ള കലാരൂപങ്ങളെയൊക്കെ അതിലൂടെയൊക്കെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഗൗരി ലങ്കേഷ് അടക്കമുള്ള, ഗോവിന്ദ് ബൻസാര അടക്കമുള്ള, കൽബുർഗി അടക്കമുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് താനും. അപ്പോൾ ഇപ്പോൾ അന്നത്തെ പോലെയല്ല, ഭരണം കയ്യിലുണ്ട്, കേന്ദ്ര ഏജൻസികളുടെ നിയന്ത്രണം കയ്യിലുണ്ട്. തുടർന്ന് എന്തെങ്കിലും ഇതുപോലുള്ള നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കണം. അത് നമ്മൾ ഈ ചരിത്രം നമ്മൾ ഒന്ന് ഓർത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളിലേക്കൊന്നും നമ്മൾ പോകണ്ട, ഗൗരി ലങ്കേഷ് അങ്ങനെയുള്ള പേരുകളിലേക്കൊന്നും, കൽബുർഗി, ഗോവിന്ദ് ബൻസാര അത്തരം പേരുകളിലേക്കൊന്നും നമ്മൾ പോകണ്ട. തൊട്ടപ്പുറത്ത് വിജയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. വിജയ് ഇതേപോലെ വിജയുടെ സിനിമകളിൽ ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ എലിമെൻറ്റുകളെ വിമർശിച്ചതിൻ്റെ തൊട്ട് പുറകെയാണ് വിജയുടെ ഓഫീസുകളിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നത്. ഒക്കെ വലിയ കോൺട്രവേഴ്സി ആയിരുന്നു ആ സമയത്തത്. വിജയുടെ യഥാർത്ഥ പേരിതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളുമായിട്ട് ആളുകൾ രംഗത്ത് വന്നതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. BJP-കാരും RSS-കാരും ഒക്കെ രംഗത്ത് വന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തൊട്ട് മുമ്പ് കുനാൽ കമറയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. കുനാൽ കമറയ്ക്ക് എങ്ങനെയാണ്, അയാൾക്കെതിരെ എങ്ങനെയാണ് കേസ് വന്നത്? സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, ആരെയാണ് വിമർശിച്ചത്? എന്താണ് ആ വിമർശനം നടന്ന ആ പെർഫോമൻസ് നടന്ന തിയേറ്റർ കോംപ്ലക്സിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതവിടെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഇന്ന് പോലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. രാജ്യസഭാ അംഗമായിട്ടുള്ള കോൺഗ്രസ് നേതാവിൻ്റെ അദ്ദേഹം ഒരു കവിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വർഗീയ വിദ്വേഷം വളർത്താൻ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് കേസെടുത്തത് ക്വാഷ് ചെയ്തുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്, അത് ഭരണഘടന അനുവദിക്കുന്നതാണ്. അത് ഇത്രയും കാലമായിട്ട് 10-75 കൊല്ലമായി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് ചോദിക്കുന്നുണ്ട്. അതവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതവിടെ കിടക്കെ തന്നെ ഇതെങ്ങനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ BJP-ക്ക്, RSS-ന് ഇപ്പോൾ നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഒരു സ്കീമുണ്ട്. അത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻകം ടാക്സിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും CBI-യുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങുന്നത് ഓരോടത്ത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പലകുറി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അതിന് പറ്റിയ മെറ്റീരിയലാണ് ഇപ്പോൾ ടാർഗറ്റായിരിക്കുന്നത്. ഇപ്പോൾ സാലിം തന്നെ പറഞ്ഞില്ലേ, പൃഥ്വിരാജ് സുകുമാരൻ മുംബൈയിൽ ഫ്ലാറ്റ് വാങ്ങി, ഇതിന് സ്വത്ത് എന്ന് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്വത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു പരാതി അല്ലെങ്കിൽ പരാതികൾ ഇതിനകം തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപിക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവാം, മോഹൻലാലിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവാം, ഇതിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതുമായി അസോസിയേറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ എതിരെ പരാതിപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എവിടേക്ക് ആയിരിക്കും സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരുന്നത്. പക്ഷേ സ്ട്രൈക്ക് ചെയ്യപ്പെടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. പൃഥ്വിരാജ് സുകുമാരൻ്റെ, മുരളി ഗോപിയുടെ വീടുകളിലും ഓഫീസുകളിലും അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിലും ഒക്കെ ഒരേ സമയം ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നു എന്നൊരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസായിട്ട് അധികം വൈകാതെ വന്നാൽ അത്ഭുതപ്പെടാനില്ല. അതിൻ്റെ തൊട്ട് പുറകെ ഇൻകം ടാക്സിന് പുറമെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് വന്നാലും അത്ഭുതപ്പെടാനില്ല. അതിപ്പോൾ ഞാൻ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. അത് ബാക്കി ആരുടെയൊക്കെ കാര്യത്തിൽ വരും എന്നുള്ളത് കണ്ടറിയണം. മോഹൻലാലിനെ ഒരു പക്ഷേ അവർ മാറ്റി നിർത്തിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നു.